എന്റെ സന്ധ്യ നീ വാടി എന്റെ കൂടെ. ഞാൻ ചേട്ടനെ വിളിക്കുന്നു ആ മോളെ. എനിക്ക് വയ്യേ സന്ധ്യ. ഇത് എന്റെ വൈഫ്. നിങ്ങൾക്ക് എന്റെ വൈഫിന്റെ ഫോട്ടോ എവിടെ കിട്ടി പറ. ഇതെന്ത് വർത്താനം പറയുന്നത്? വെറുതെ ആവശ്യമില്ലാതെ ഡയലോഗ് സംസാരിക്കല്ലോ. ഞാനത് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ എന്റെ ശവശരീരം ഇവിടെ കാണുന്നു. ഞാനിത് പെടഞ്ഞു കൊണ്ട് ചാവും. ഉറപ്പാണ്. ഞാൻ പച്ച വെള്ളം പോലും കുടിക്കത്തില്ല. എന്റെ ജീവിതം മുഴുവൻ ഇവിടെ ആയിരിക്കും. ഇനി ഞാൻ അഴിയോണ്ട് ഇവിടുന്ന് ഓടും. എന്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ. എന്റെ പെണ്ണുമ്പളെ ഇവിടുത്തെ ആളെന്ത് സുബിയാണ. അപ്പൊ നമ്മളിത് കിടിലം പ്രാങ്ക് ഷോ ചെയ്യാൻ പോവുകയാണ്. സംഭവത്തിന്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്. രശ്മി സജയൻ എന്ന് പറയുന്ന ഒരു ഭാര്യ ഭർത്താവ്. ഈ ഭർത്താവിന് ഭാര്യയോട് ഭയങ്കര സ്നേഹം. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാര്യയുടെ അതേ രൂപത്തിൽ അതേ ഭാവത്തിൽ ഒരു 25 വിവാഹ വർഷം പ്രമാണിച്ച് സമ്മാനം കൊടുത്തു. ഭാര്യയുടെ അതേ രൂപത്തിൽ ഒരു പ്രതിമ പണിഞ്ഞു. അവിടെ കൊണ്ട് അത് തീർന്നു. അങ്ങനെ ഭാര്യ ഭർത്താവ് ഭയങ്കര സ്നേഹത്തിലാണ്. വേറെ കഥ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ പ്രതിമയ്ക്ക് പറ്റിയ ഒരു ഫോട്ടോ സംഘടിപ്പിച്ചു. അതേ രൂപത്തിൽ അതേ ഭാവത്തിലുള്ള ഒരു ഫോട്ടോ സംഘടിപ്പിച്ചു. അപ്പൊ നമ്മൾ പറയാൻ പോകുന്ന കഥ ഇങ്ങനെയാണ്. ഇത് എന്റെ ഭാര്യയുടെ രൂപമാണ് കുത്തിവെച്ചേക്കുന്നത്. ബിനോയുടെ ഭാര്യയാണെന്ന് പറയുന്നു. അപ്പൊ എന്റെ ഭാര്യ നാട് വിട്ടു. ആ ഭാര്യ തിരക്കിയാണ് ഇത്രയും നാളായിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് തിരയുന്നു. ഒടുവിൽ ആ പ്രതിമ കണ്ടെത്തി. ഇത് എന്റെ ഭാര്യയാണ്. ഈ ഫോട്ടോ എങ്ങനെ കിട്ടി, എന്റെ ഭാര്യയുടെ രൂപം നിങ്ങൾ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ള ഒരു ഭയങ്കര പ്രാങ്ക് ഷോ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. മനസ്സിലായ സംഭവം? ക്ലിയർ ആയല്ലോ? ദേശത്തിന് ആദ്യമായിട്ട് പോയി ന്യൂസ് എടുക്കാനായിട്ട് പോകുന്നു. അതിനുശേഷം ഞാൻ സുബിയണ്ണൂടെ തൊട്ടുപുറേ എന്നെ പിടിച്ചുകൊണ്ട് ഇദ്ദേഹം വരികയാണ്. മാനസികമായിട്ട് തകർന്ന രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നും പറഞ്ഞ് ഇദ്ദേഹം എന്നെയും കൊണ്ട് ആ സ്ഥലത്ത് ചെല്ലുകയാണ്. കോട്ടയത്ത് നിന്നാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പൊ ചേച്ചിരാ നിങ്ങൾ പുറപ്പെട്ടോ. ഓക്കെ, പിന്നാലെ എത്തിയേക്കാം. അപ്പൊ ചേട്ടാ ശരിക്കും ഇതേ ഈ പ്രതിമ ഇവിടെ തന്നെ വെച്ച് പണിഞ്ഞത് അവിടെ നിന്ന് വരുമ്പോൾ ഇറങ്ങി വരുമ്പോൾ കാണണം. ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾ കാണണം. ഇതിനകത്ത് ഈ പറയുന്ന ആഭരണങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ടല്ലേ, ആ കമ്മൽ ഉൾപ്പെടെ. ഇപ്പൊ ഇത് കമ്മൽ ചെറിയ മാറ്റം ഉണ്ട്. അത് ഓരോ സമയത്തും കമ്മല് മാറും. അങ്ങനെ കമ്മല്, പിന്നെ മാല, വളകള്. മനസ്സിലായി. ഗസ്റ്റ് വന്നല്ലേ? ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗസ്റ്റുകളിലൂടെ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ അത്രത്തോളം വൈറലായ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, വൈറലായ ഒരു വാർത്തയുടെ പിറകെയാണ് അവരെത്തിയത്. ഇതെന്തോ പുള്ളിയുടെ വൈഫ് ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഒരു വർഷമായിട്ട് കാണാനില്ല. ഒരു വർഷമായിട്ടേ പുള്ളിയുടെ വൈഫ് ഇതുപോലെ തന്നെ ഇരിക്കുവന്ന ഇതുപോലെ ഇരിക്കുന്നു. ഈ ഫോട്ടോ വാർത്ത കണ്ടപ്പോഴത്തെ ചാനലിലെ വാർത്ത കണ്ടപ്പോഴത്തെ ഇതുപോലെ തന്നെ ഇരിക്കുന്നു. ഇതേ കളർ സാരി. എന്റെ മോളെ നന്ദിക്കുട്ടി, നീ എവിടെയാ? നിന്നെ എത്ര നാള് ഞാൻ എവിടെ കരഞ്ഞിരുന്നു എവിടേക്ക് മക്കളെ? നീ ഒരു വർഷമായിട്ട് കാണാനില്ല കേട്ടോ. ഒരു വർഷമായിട്ട് കാണാനില്ല. അന്നോട്ട് ഒരു വർഷമായിട്ടോ? ഒരു 10-20 വർഷമായിട്ട് പറയാൻ ഇത് തന്നെ പറയാറുണ്ട്. ഇപ്പൊ ഒരു വർഷമായിട്ട് കാണാനില്ല. ഒരു വർഷമായിട്ട് പുള്ളിയുടെ വൈഫിനെ അവിടെ വെച്ചേ പറയുന്നുണ്ട്. ഞാൻ വീഡിയോ കണ്ടപ്പോ പറഞ്ഞില്ലേ, സന്ധ്യയുടെ കൊണ്ടിരിക്കുമല്ലോ. എന്റെ പൊന്നു ഉമ്മ അതിന്റെ പോകുന്നില്ലേ? പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പാമ്പാടി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പാമ്പാടിയിലുണ്ട്, എറണാകുളത്തും എല്ലാം കൊടുത്തു. ഇവരുടെ ഷേപ്പ് ഇല്ലല്ലോ. എന്നിട്ട് എന്റെ സന്ധ്യയുടെ ഇവരുടെ ഷേപ്പ് ഒന്നും ഇല്ല. ഇല്ല പുള്ളി തന്നെ എന്റെ വൈഫിന്റെ ഷേപ്പ് ഇങ്ങനത്തെ ഇത് തന്നെയല്ലേ? വൈഫിന്റെ അല്ലേ ഇത് ചെയ്തത്? ഇല്ല, ഒരു എവിടെ ഇതിരിക്കുന്നത് എനിക്കൊന്നും തോന്നുന്നില്ല. ഇല്ലേ, ഇതാ കറക്റ്റ്. പിന്നെ വലിയ ഇതാ വയലിന്റെ പുള്ളി ക്ഷേത്രത്തിലൊക്കെ ഇട്ട്. ഇതെങ്ങനെ ഈ രൂപം കിട്ടി പറ? ഈ ഫോട്ടോ എങ്ങനെ കിട്ടി? എന്റെ ഇതുപോലെ ഒരു ഫോട്ടോ എടുത്താ ഫോട്ടോ കാണിച്ചു തരാം. ഈ ഫോട്ടോ ഒരു വ്യത്യാസം, ഒരു ഇത് സാദൃശ്യമില്ല. നിങ്ങൾ ഇരിക്കണ്ട, ഞാൻ കാണാം. എന്റെ സന്ധിക്കുട്ടി, പൊന്നോളെ, നീ എവിടെ? എത്ര നാളായിട്ട് ഞാൻ നിന്നെ തപ്പിയടക്കം മോളെ. എന്നിട്ട് നീയോ ഇവിടെ കയറി വിളിച്ചിരിക്കുവായിരുന്നോടാ. വല്ലതും കഴിച്ചോ? ഇതെല്ലാം കഴിക്കുന്നു. എനിക്കത് കൈ വിറയ്ക്കുന്നു. പൊന്നേ, എനിക്ക് സഹിക്കുന്നില്ലേ.
ഇത്ര കാര്യമായിട്ട് ശരിയാണ് പറഞ്ഞത്. ഞാനാണ് എന്റെ ഫോട്ടോയാണ് വെച്ചിട്ടാണ് എന്നെ ചെയ്തത്. ഇത് നോക്ക് വലിയ ഇതാ ഒന്നുകൂടെ സാമ്യം. ഇതാ സാമ്യം ഇതാ. ആയിക്കോട്ടെ ഇപ്പൊ ആയിക്കോട്ടെ സമ്മതിച്ച് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. എന്റെ ഒരു ഫോട്ടോ ഇത് നോക്ക് എന്റെ വൈഫിന്റെ ഫോട്ടോ നോക്ക് ഇത് നോക്ക് ഇത് ഫോട്ടോ എടുത്തല്ല സഹോദര, കണ്ടോണ്ട് ഫോട്ടോ എടുക്കാന്ന് നിങ്ങൾ അത് പറയാം. നിങ്ങൾ ശില്പം ചെയ്യുന്നേ അതുപോലെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ഇല്ല, ചെയ്യാൻ. ഇല്ല, ഇത് എന്റെ വൈഫ് നിങ്ങൾക്ക് എന്റെ വൈഫിന്റെ ഫോട്ടോ എവിടെ കിട്ടി പറ ഇതെന്ത് വർത്താനം പറയുന്നത്? ഇല്ല 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 ഇത് നിങ്ങൾ എന്ത് പറയുന്ന മൂന്ന് ദിവസം പറയാൻ നിൽക്കാതെ പോ. വെറുതെ ആവശ്യമില്ലാതെ ഡയലോഗ് സംസാരിക്കല്ലോ. അല്ല ഇത് എന്റെ അല്ല വൈഫിന്റെ കുറച്ച് ഒതുങ്ങ്. അല്ല ഈ മാതിരി ഡയലോഗായിട്ട് വരാതെ. അല്ല ഞാൻ എത്ര ദിവസം വിളിച്ചോണ്ടിരിക്കുവായിരുന്നു അതെന്തോ ആയിക്കോട്ടെ, നേരത്തെ പറയാൻ ഇതൊക്കെ. അല്ല ഒരു വർഷമായിട്ട് കാണാനില്ല. അതെന്തോ ആയിക്കോട്ടെ, അതിവിടെ അന്ന് വരുന്നത് കാണാനില്ലെന്നും പറഞ്ഞു. കാണാനില്ലെങ്കിൽ ഇത് 3 വർഷം മുന്നേ ചെയ്തു വെച്ച സാധനമാണ്. ഞങ്ങളുടെ 25-ാം വർഷത്തില് പുള്ളി ഈ വാർത്ത കണ്ടത് പിന്നെ അന്ന് അതുകൊള്ള വാർത്ത വന്നു. എന്റെ സത്യം അത് പറ പട്ട് കേസ് പോലെ ആയിരിക്കും. ഫോൺ അതാണ് എഴുതി പഠിച്ചിട്ട്. ഇത് നോക്ക്, ഇത് നിങ്ങൾ നോക്ക്. അല്ലെങ്കിൽ 3 വർഷമായില്ലേ നമ്മൾ ചെയ്തിട്ട്. നിങ്ങളുടെ വൈഫിന്റെ ഒരു സാമ്യം ഇല്ല സാമ്യല്ലേ പോട്ടെ അനന്ത അതിനേക്കാളും ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി? എന്തെങ്കിലും ഷേപ്പ് ഉണ്ടെന്ന് ഒരു എന്റെ വീട്ടിൽ പണിഞ്ഞു വരുമ്പോ അങ്ങനെ വരത്തോളൂ സഹോദര. ഞാൻ ചേച്ചി നിൽക്കും ഇപ്പൊ ശ്രീനാരായണഗുരുവിനെ പറഞ്ഞു ശ്രീനാരായണ ഗുരു വന്നു നിങ്ങളുടെ ഒരു ഷേപ്പും ഇല്ലേ ഫോട്ടോയ്ക്ക് ഞാൻ പലവട്ടവും പറഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയുള്ള, കാരണം കോട്ടയത്ത് നിന്ന് ഇവിടം വരെ ഇതിനു വേണ്ടി വരിക എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ ചിലപ്പോഴേ ഈ പണിക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ, അപ്പൊ അതിന്റെ വിഷമത്തില് നമ്മളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോ നമ്മളുടെ അവസ്ഥ എന്താ? അവരുടെ സാമ്യമുള്ളത് പുള്ളി ചിലപ്പം എനിക്ക് ഇതാ സാമ്യം കൂടുതൽ. ആയിക്കോട്ടെ സഹോദര, നിങ്ങളുടെ സാമ്യം ആയിക്കോട്ടെ. അനന്താ ഞാൻ ചെയ്ത് ശില്പം ചെയ്ത് ഒരു കാര്യം ചെയ്യും, ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നു, എനിക്ക് പ്രതിഭ വേണം. തരാൻ പറ്റത്തില്ല. ഞാൻ എത്ര രൂപ തരാം. ഇല്ല അങ്ങനെ പറ്റത്തില്ല. അത് വേറെ പുതിയ വേണേ ചെയ്തു തരാം. ഇതുപോലെ ഉണ്ടാക്കിക്കൂടെ ചേട്ടാ? പുതിയ ചെയ്തു തരാം. ഇതെനിക്ക് തരണം. അത് പറ്റത്തില്ല. അത് ഇളക്കാൻ പറ്റുന്നതല്ല. ഞാൻ നിങ്ങൾക്ക് എത്ര രൂപ തരാം. അങ്ങനെ ഇളക്കാൻ പറ്റുന്ന അല്ല സഹോദര ഇത്. എന്റെ പൊന്നു ചേട്ടാ നിങ്ങൾക്ക് നിങ്ങൾ ഇത് ഇത് അങ്ങനെ ഇളക്കാൻ പറ്റുന്ന സാധനം അല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതോടെ ഞാൻ എടുത്തോളാം. ഇതോടെ ഞാൻ എടുത്തോളാം. എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കും എന്റെ അവസ്ഥ. അല്ലല്ല ഇതിപ്പോ എന്റെ ഭാര്യ സങ്കല്പിച്ച് ഞാൻ ചെയ്ത് അത് വേറെ കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനൊക്കെ തരാൻ പറ്റത്തില്ല. അത് അവരുടെ ഒരു പ്രണയവിവാഹത്തിന്റെ 25 വർഷം അവരിപ്പം സ്വന്തം ഭാര്യ കൊണ്ടേക്കൊരു പ്രതിമയാണ്. യാതൊരു സാദൃശ്യവും ഇല്ല. ഇല്ലെങ്കിൽ പോട്ടെ, ഒരു സാദൃശ്യവും ഇല്ല. നിങ്ങൾ സഹിക്കണ്ട. ഒരു സാദൃശ്യം ഇല്ല. ചുമ്മാ അത് കള്ളത്തരം കാണിക്കാൻ വേണ്ടി എന്റെ വൈഫിന്റെ നോക്ക്. നിങ്ങൾ ഈ ഫോട്ടോ എല്ലാം ചേട്ടൻ നേരത്തെ കിട്ടിയായിരുന്നു. ചുമ്മാ മൂന്ന് ദിവസം പറയാം. നിങ്ങളോട് ഒന്ന് കയറുന്ന പരിപാടിയാന്നല്ലേ ഇത്? ഏതോ പരിപാടി കേട്ടോ. പോലീസുകാരെ വിളിച്ചേ. നിങ്ങളൊരു കാര്യം ചെയ്യും. ഫോൺ ചെയ്ത് ഫോൺ വിളിച്ചു ഫോൺ പോലീസിനെ വിളിച്ചേ. പോലീസിനെ വിളിക്കും. എന്റെ അവസ്ഥ അവസ്ഥ വേണ്ട, ഇവിടെ പറയണ്ട വിട്ടോ. ഞാൻ മാനസികമായിട്ട് ആകത്തായിരുന്നു. വേണ്ട ഇയാള് തകരുന്ന ഇതുവരെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. തകരുന്ന ഇങ്ങനെയാണോ? അല്ല ഇത് എന്തെങ്കിലും പ്രശ്നം കാണും. ചുമ്മാ ഇങ്ങനെ എന്തൊരു വിവരമൊക്കെ ഇത് പറയുന്നത്. എന്റെ പൊന്ന് സത്യ, നീ എന്നോട് വാടാ. എന്റെ പൊന്നല്ല. വരട്ടെ അല്ല പറ്റത്തില്ല. അല്ല ഇത് ശരിയാകത്തില്ല. എന്റെ കയ്യിൽ നിന്ന് ഒരു ചോറ് പഴിച്ചിട്ട് പോയതല്ലേ എന്റെ പൊന്നെ, എന്റെ സുന്ദരിക്കുട്ടി. ഞാൻ എങ്ങനെ കൊണ്ട് ആളുണ്ട് കരയുന്നത്. ഞാൻ എങ്ങനെ കൊണ്ട് നടന്നു അറിയോളെ? അതെനിക്കറിയാം. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ അദ്ദേഹം കൂടെ കണ്ടു സംസാരിച്ചാ പിന്നെ എന്താ പറയാനാ? ഇയാൾക്ക് എന്റെ അവസ്ഥ ഒത്തു പറയും. ഞാൻ ഒരു പ്രാർത്ഥന പോലെ എങ്ങനെയൊന്നും അല്ലായിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യണം സഹോദര? അത് പറയാം. എനിക്കിത് തരുവാ. തരാൻ പറ്റത്തില്ല. ഞാൻ എത്ര രൂപ തരും? പറ്റത്തില്ല. ഇല്ല എങ്ങനെയാലും തരാൻ പറ്റത്തില്ല. പക്ഷേ ഇത് 3 കൊല്ലം മുമ്പ് ചെയ്തു വെച്ച സാധനം പത്രത്തിൽ വാർത്ത വന്ന തെളിവുണ്ട് നമുക്ക്. എന്റെ സന്ധ്യ നീ വാടി എന്റെ കൂടെ. ഞാൻ ചേട്ടനെ വിളിക്കുന്നു. ആ മോളെ എനിക്ക് വയ്യേ സന്ധ്യ. എവിടെയെങ്കിലും കാണും. എത്ര ആളെ അന്വേഷിച്ച് ഇനി അന്വേഷിക്കാൻ അവിടെ നിങ്ങൾക്ക് അറിയാലോ. പോലീസുകാര് പറഞ്ഞില്ലയോ? വാക്ക് തന്നില്ലയോ? ഈ ഫോട്ടോ പുള്ളിക്ക് എവിടെ നിന്ന് കിട്ടി? എന്റെ വൈഫിന്റെ ഫോട്ടോ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? പറ. എന്റെ വൈഫിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടോ? ഇല്ല. നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടോ എന്റെ വൈഫ്? ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. എന്റെ വൈഫിനെ തിരിച്ചതാ. എന്നാ പോലീസ് കേസ് കൊടുത്തിട്ട് അവരെ വിളിച്ചോണ്ടോ? നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. പോലീസ് വരട്ടെ. അപ്പം അവര് തീരുമാനിച്ചു. ചേട്ടാ നമുക്ക് വേറെ പ്രതിമ ഉണ്ടായി കൊടുക്കാൻ വിളിക്കും. എനിക്ക് സംശയമുണ്ട്. നിങ്ങളുടെ കസ്റ്റഡിയിൽ എന്റെ വൈഫുണ്ട്. ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ എന്റെ വൈഫുണ്ട്. അല്ലെങ്കിൽ ഈ ഫോട്ടോ കൃത്യമായിട്ട് എങ്ങനെ കിട്ടും? ഉണ്ട്. ഉണ്ട്. ഇത് തരിയുടെ പാർട്ടിയാ. ബാം വിളിയടി. നീ വിളിച്ചേ. എന്താ വിളിക്കാനാ? പോലീസിനെ വിളിച്ചേ. ഞാൻ ഇറങ്ങി വിളി അത്യാവശ്യം വിളി. ഇത് വെറും തരിയുടെ പാർട്ടികളാ. ഇനി വെറുതെ സംസാരിപ്പിക്കരുത് കേട്ടോ. എന്റെ സ്വഭാവം നീ മാറും. ഇല്ലില്ല ഇനി സംസാരിപ്പിക്കരുത്. ഇറങ്ങാനാ പറഞ്ഞു. അല്ലല്ല ഇവിടെ സംസാരിക്കണ്ട. സംസാരിക്കണ്ട. ഇല്ല പോ നിങ്ങള്.
അതിനേക്കാൾ ഇതെന്തോ പറയാനാ ഇത്? അവസ്ഥ അറിയാം. ഞാൻ ഒരിക്കലും മദ്യപിക്കാതെ മദ്യപിച്ചു. നിങ്ങൾ മദ്യപിക്കുകയോ കഞ്ചാവ് അടിക്കുകയോ എന്താ ചെയ്യുന്നത്? പ്രതിമ ഉണ്ടാക്കി തരും. എനിക്കിത് വേണം, എനിക്കിത് തന്നെ വേണം. നടക്കുന്ന എനിക്കിത് തന്നെ വേണം. ചേച്ചി, നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങൾക്ക് ഈ അവസ്ഥ നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് അതിന് തരാൻ പറ. നിങ്ങൾക്ക് വേറെ ഉണ്ടായിക്കൂടെ? എനിക്ക് ഈ അവസ്ഥ വരത്തില്ല, ഞാൻ വിട്ടിട്ട് പോവില്ല. നിങ്ങളുടെ സാക്ഷ്യം ഉണ്ടെന്ന് നിങ്ങളുടെ വൈഫിനെ പറ്റി ചെയ്യാനായത് നിങ്ങൾ എന്റെ വൈഫിനെ ഓരോ മാരണങ്ങൾ. ഇല്ല, ഞാൻ എത്ര ദിവസം ചേച്ചി വിളിച്ചോണ്ടിരിക്കുന്നത്. എനിക്കിപ്പോ സംശയമുണ്ട് എന്റെ വൈഫും പുള്ളിക്കാരും എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ അറിയാം. ഇല്ല, വിളിക്കട്ടെ. വിളിക്കാനല്ലേ പറഞ്ഞ അങ്ങോട്ട്? ഞാൻ പോക്കോളാം. ഇനി പോണ്ട, ഇനി പോണ്ട. അവര് വന്നിട്ട് പോയാൽ മതി. ഇനി അവര് വന്നിട്ട് പോയാൽ മതി. ആ, അതേ ഉള്ളു. ഞാൻ പൈസ ഇപ്പോഴും തരാം. ചുമ്മാ പോടേ. ഞാൻ പൈസ ചുമ്മാ അടങ്ങിയിരുന്ന് എന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണ്ട. നിങ്ങൾക്ക് ഒരു വൈഫില്ലേ, നിങ്ങൾ സ്നേഹിക്കുന്നില്ലാണ് വൈഫിനെ. ഒന്ന് സഹായിക്കണ്ട. എന്റെ അവസ്ഥ നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെടുന്നതൊന്നും ഇല്ലല്ലോ. ഞാനല്ലേ ഇവിടെ കിടന്ന് പെടഞ്ഞ് വിളിച്ചാവും. അയ്യോ അയ്യോ വിളികടി എനിക്ക് വിറയ്ക്കുന്ന മനസ്സിലാ. നീ അകത്ത് കയറി, അകത്ത് കയറി. വിളിക്കല ചുമ്മാ അടങ്ങി. നിങ്ങൾ അതിനകത്ത് പങ്കാളിയാന്ന് അന്നേരം. സന്ധ്യ അണ്ണാ, എന്റെ സന്ധ്യ അതുപോലെ സാദൃശ്യമില്ല. സാക്ഷ്യമില്ല. ഒരു സാദൃശ്യവും ഇല്ല. തോന്നി മാസം പറഞ്ഞാൽ എന്റെ വൈഫിന്റെ മുഖമില്ല അത്. പിന്നെ മോഹൻ എടുത്തിരുന്നാ മതിയോ? അല്ല അണ്ണാ, ഇവിടെ വന്നപ്പോ ഇവിടുത്തെ ചേച്ചി മാഡം നോക്കണ്ട. ചുമ്മാ പണി കൊണ്ട് നോക്കും നിങ്ങള്. ഇതുപോലെ ഇരിക്കുമല്ലോ അണ്ണാ. അതല്ലെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളും കളിപ്പം ഇവരും പറഞ്ഞു നിങ്ങള് അണ്ണാ ഇവിടുത്തെ സൈഡല്ല നിക്കത്തുള്ളൂ. പിന്നെ ഞാൻ നാട്ടുകാർ താടി ഇരിക്കണം. അണ്ണാ എന്തുവാണ് ഇത്? എന്തുവാന്ന് അയൊക്കെ പ്രതിമ കൊടുത്തുകൂടെ? ഇത് വേറെ തരിയുടെ കേസാ. നിങ്ങൾ നീ കേട്ടോ? അല്ല വേറെ ഒന്നും അല്ല. അല്ലല്ല, മനസ്സിലായി. ഇനിയൊന്നും പറയണ്ട, ഇനിയൊന്നും പറയണ്ട. എന്തൊരു വട്ടാ ഇത്? എന്റെ അവസ്ഥ നോക്കുന്നത്. അണ്ണാ തരും തരും. വട്ട് കേസ് ഇങ്ങനെ ഉണ്ട്. അണ്ണാ കൊടുക്കാൻ പറ്റുമോ? പോടെ. അണ്ണ എന്റെ അവസ്ഥ നിങ്ങളുടെ ശില്പിയില്ല. നിങ്ങൾ പോയ വേറെ വല്ല പണി നോക്കുന്നു. സ്ഥലം വിടാൻ നോക്കുക. അടികൊള്ളാതെ പോലീസ് വിളിക്കുന്നുണ്ട്. ആൾക്കാരെ പോലീസ് അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാവും. അവര് തന്നെ അവർക്ക് എന്റെ അവസ്ഥ മനസ്സിലാവും. ഞാൻ പാമ്പാടി സ്റ്റേഷനിൽ ഞാൻ മോട്ടിക്കാരൊന്നുമില്ല. എന്റെ വൈഫിന്റെ പ്രതിമ എടുക്കാൻ വേണ്ടി വന്നതാ. ഞാനത് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ എന്റെ ശവശരീരം ഇവിടെ കാണുന്നു. ഞാനിത് പെടഞ്ഞു വിളിച്ചാവും. ഉറപ്പാത്. ഞാൻ പച്ചവെള്ളം പോലും കുടിക്കത്തില്ല. എന്റെ ജീവിതം മുഴുവൻ ഇവിടെ ആയിരിക്കും. എന്റെ സന്ധ്യയുടെ മുമ്പിലായിരിക്കും ജീവിതം. ഇനി ഞാൻ അടിയോണ്ട് ഇവിടുന്ന് ഓടും. എന്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ. എന്റെ പെണ്ണുമ്പളെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നിന്നും നമുക്ക് വേറെ ഉണ്ടാക്കാം. ഉണ്ടാക്കാനും ഇല്ലൊന്നുമില്ല. പോരെ പോരെ ഉണ്ടാക്കി തരും. പോരെ ഡയലോഗ് കാച്ചാതെ ക്ഷമിക്കുന്നതിനൊരു അതിരില്ല എല്ലാത്തിനും. നീ എന്റെ പാട്ടിനും കൂടെ എടുക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഒന്ന് പേടിച്ചാണ് നമുക്ക് വിളിച്ചോണ്ട് പോടെ വീഴാൻ കഷ്ടം വന്നാലും എന്താ പറയാനാ ഇത്? ചേട്ടൻ എവിടെ എന്റെ വൈഫിന് ഇനി സംസാരിക്കണം. നീ കാത്തു പോയെ. ഇയാളൊക്കെ ആയിട്ട് വെറുതെ സംസാരിക്കുന്നതിനാ വട്ട് കേസ് കേട്ട്. എന്നല്ല നോർമലാണ് ഇയാള് പറയുന്നതൊക്കെ. ഇയാൾക്ക് നോർമലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. ആ എന്തോ ആയിക്കോട്ടെ. ഹോസ്പിറ്റലിൽ എവിടെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ ഒന്ന് ഉണ്ടാക്കുന്ന എന്തിനാണ്? ചുമ്മാ എന്തോ പറയാനാ ഇത്? പെണ്ണും പിള്ളയാന്ന് പോലും എങ്ങാണ്ടെന്നൊരു ഫോട്ടോ എടുത്തോണ്ട് വന്നിട്ട് ആ ആയിക്കോട്ടെ. ഇത് വേറെ കേസ് തന്നെ അന്നേരം. ഇതില്ല തരിയുടെ പരിപാടിക്കകത്ത് വന്ന പോലെ ആയിപ്പോലെ ഇത്. തരിയുടെ പരിപാടിയാണ് നിങ്ങളുടെ. തരിയുടെ പരിപാടിക്കകത്ത് പോടെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാൻ. ദേഷ്യം വരുമോ? ദേഷ്യം വരുമോ? ദേഷ്യം വരുമോ? തരിയുടെ പരിപാടിയാണ്. ഞാനല്ലേ നീ ആൾക്കാർ കൊടുക്കും. ഇറങ്ങിയ വേണ്ട ഗസ്റ്റ് വേണ്ട അങ്ങോട്ട് ഇറങ്ങി. നിങ്ങളുടെ പ്രതിമാണ് വേണ്ടി വളരെ ദൂരത്ത് വന്നതാ. കണ്ടിട്ട് പോക്കൂ. കണ്ടുവയ്ക്കോ. ഞാനിത് കൊണ്ടുപോക്കട്ടെ.
അപ്പൊ അണ്ണ വന്നേ നീ വന്നേ വാ. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ചിന്ത അതാണ് കറക്റ്റ്. വാ വാ. നിങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാളാണല്ലോ ഭാര്യ. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ വൈഫിനെ ഇത്രത്തോളം സ്നേഹിക്കാൻ നിങ്ങൾ പ്രാങ്ക് തരാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളെല്ലാം ഒരേ ടീമാണ്, പേടിക്കണ്ട. വാ ചേച്ചി. പോലീസ് വരുമ്പം വരും. അതിന് നിങ്ങളെ പ്രാങ്ക് കാണിക്കുന്ന എങ്ങനെ എനിക്ക് അപ്പോഴേ തോന്നി ഇത് ഇതെല്ലാം നമ്മുടെ ആൾക്കാരല്ല, ഇതെല്ലാം നമ്മുടെ ആൾക്കാർ, പേടിക്കണ്ട. ഇതെല്ലാം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് ഫോണിൽ നിന്ന് ഒരു നമ്പർ എടുക്കാൻ കൈ അപ്പൊ അതാണ് അല്ലേ ഫോട്ടോ ഇവിടെ നോക്കിച്ച്